ദേവാമൃതം. ജ്യോതിഷപങ്ക്തിയിൽ എന്നത്തെയും പോലെ ഇന്നും നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് പ്രമുഖ ജ്യോതിഷാചാര്യനായ ഡോക്ടർ കുടമാളൂർ ശർമാജി അവർകളാണ്. സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ശർമാജി. സ്വാഗതം. ശർമാജി, നമുക്കൊരു മെയിലാണ് വന്നിരിക്കുന്നത്. ബഹറിൽ നിന്ന് സുധീറാണ് മെയിൽ അയച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞാൻ കഴിഞ്ഞ 12 വർഷമായി ഗൾഫ് നാടുകളിൽ പലയിടത്തായി ബിസിനസ് ചെയ്യുകയാണ്. ഒരു തവണ ജർമ്മനിയിലും ബിസിനസ് ചെയ്തിരുന്നു. പക്ഷേ എല്ലാം പരാജയമാണ് സംഭവിച്ചത്. ഒരു ഉയർച്ചയും ലഭിക്കുന്നില്ല. ഈ അരക്ഷിതാവസ്ഥ കാരണം നാട്ടിൽ പോകാൻ പറ്റുന്നില്ല. കടവുമുണ്ട്. വിവാഹം കഴിഞ്ഞിട്ടില്ല. ഇതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഒരു പരിധിവരെ പ്രായോഗിക പരിജ്ഞാനം കുറവും, അഥവാ 1-2 ബിസിനസ്സുകൾ തൊഴിലൊക്കെ ചെയ്തിട്ട് പരാജയം വരുമ്പോൾ ഇതെന്താണ് കാരണം എന്ന് അന്വേഷിക്കുന്നതിന് പകരം, ഒരു കാലത്തൊക്കെ കമ്പ്യൂട്ടർ യുഗമായിരുന്നു, കമ്പ്യൂട്ടർ പഠിച്ചാൽ പെട്ടെന്ന് ജോലി കിട്ടും എന്ന് വിചാരിച്ച് ഉള്ള ആളുകൾ മുഴുവൻ കമ്പ്യൂട്ടർ പഠിക്കാനായിട്ട് പോകുക. ഒരു കാലത്ത് MBBS അതൊരു വലിയ വ്യത്യാസമാണ്. ഇന്നും എല്ലാ തൊഴിലിലും മാന്യതയുണ്ട്. എല്ലാവർക്കും MBBS വേണം. ചിലർക്ക് BSc നേഴ്സും മാത്സ് നേഴ്സും ആയിട്ട് അങ്ങനെ അങ്ങ് പോവുക പെൺകുട്ടികളെല്ലാം. ചിലർക്ക് അന്നൊക്കെ സിനിമ കാലഘട്ടത്തിലൊക്കെ അഭിനയിക്കുക ഒത്തിരി അവസരങ്ങളൊക്കെ ഉണ്ട്. ആരും അഭിനയിക്കാനൊന്നും പോകാത്തവരപ്പോൾ തന്നെ എല്ലാവരും സിനിമാ ലോകത്തേക്ക് എവിടെ ഏതിന് പ്രസിദ്ധിയും പണവും കൂടുതൽ കിട്ടുന്നോ ഉടൻ അത് ചെയ്യണം എന്നുള്ള ഒരു അനുകരണ ഭ്രമം വരിക. എന്നാൽ ഇത് അവനവന് പറ്റുന്നതാണ്, അവനവന് യോജിച്ചതാണ്. ഞാൻ 1-2 ബിസിനസ്സുകളും തൊഴിലും ചെയ്തിട്ട് പരാജയം വന്നു, എന്തേ ഇങ്ങനെ എന്നുള്ള രീതിയിൽ ഒരു പിന്നാക്കം നോക്കി ഇത്തരം കാര്യങ്ങളൊന്നും അന്നേ നോക്കിയിരുന്നെങ്കിൽ ഇതിന് ഇത്രയും ഒരു ക്ഷീണാവസ്ഥകൾ വരുന്നില്ല. ജനിച്ച രാശിയുടെ, അതായത് ജനിച്ച ലഗ്നരാശിയുടെ ലാഭസ്ഥാനമായ 11ാം ഭാവവും വ്യയസ്ഥാനമായ 12ാം ഭാവത്തിലും പാപഗ്രഹങ്ങളും പാപഗ്രഹങ്ങളുടെ കൂട്ടായ്മകളും അതിൻ്റെ നവാംശകം 9ആയിട്ട് ഭാഗിച്ച് കിട്ടുന്ന നവാംശക ഫലവും 11ാം ഭാവത്തിലും 12ാം ഭാവത്തിലും പാപക്രൂരഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ കൂട്ടായ്മയോ ഉണ്ടെങ്കിൽ അവിടെ ബിസിനസ്സും തൊഴിലിലും ഏബിളാണ്, അല്ലെങ്കിൽ പാരമ്പര്യപരമായി ബിസിനസ്സുകൾ ചെയ്തതാണ്, കഴിവുണ്ട്, സമർത്ഥനാണ് എന്നൊക്കെ പറഞ്ഞിരുന്നാലും ഒരു തൊഴിൽ ചെയ്യുന്ന അതിൻ്റെ ലാഭവിഹിതം കിട്ടാതെ അത് നിന്ന് പോകും. അല്ലെങ്കിൽ ഏതെങ്കിലും സമാന്തരമായിട്ട് ഏതെങ്കിലും പുതിയ തൊഴിൽ മേഖല നല്ലതാണ് എന്ന് കണ്ട് ഉടൻ അതിലേക്ക് ഭ്രമിച്ച് അപ്രകാരം പോവും. കാറ്റു തട്ടിപ്പറക്കുന്ന ധൂളിയിൽ കാറ്റിലും ചഞ്ചലാശയന്മാരാണ് ഇക്കൂട്ടരൊക്കെയും. അതായത് കൊടുങ്കാറ്റത്ത് അപ്പുപ്പന്താടിയൊക്കെ പറന്നു പോകുന്ന പോലെ, അല്ലെങ്കിൽ പൊടിപടലങ്ങൾ പറന്നു പോകുന്ന പോലെ അന്നന്ന് കാണുന്ന ആ മോഹങ്ങൾക്കനുസരിച്ച് പണവും കഴിവും യോഗ്യതയും അർഹതയും മാൻപവറും മസിൽപ്പവറും എല്ലാം പ്രയോഗിച്ച് അവസാനം ആ കാറ്റ് തീരുന്ന പോലെ ശുഷ്കമായ രീതിയിൽ 1 കൊല്ലം കൊണ്ടോ 2 കൊല്ലം കൊണ്ടോ ആ ബിസിനസ് അങ്ങ് പോയി. വീണ്ടും കാറ്റ് വരുമ്പോൾ പൊടിപടലങ്ങൾ വളർക്കുന്ന പോലെ വന്നിട്ട് അതിലേക്ക് പ്രവേശിക്കും. മുൻപ് പിൻപുകൾ നോക്കാതെ ചെന്നിടും. വമ്പിലില്ലാത്ത വില്ലാളിയെപ്പോലെ കാര്യഗൗരവം നോക്കാതെ പുറപ്പെടും. എന്നാൽ ഇത് ചെയ്ത് കഴിഞ്ഞെന്നാൽ ഇത് വീണ്ടും പണം മുടക്കിക്കൊണ്ടിരിക്കണ്ടേ. വലിയ വലിയ തിമിംഗലങ്ങൾ പോലും നഷ്ടപ്പെടുന്ന കാലം, വലിയ വലിയ വമ്പൻ സ്രാവുകൾക്ക് പോലും നഷ്ടങ്ങൾ വരുന്ന കാലം. ഞാൻ ഈ ഉച്ചമായതുകൊണ്ട് വീണ്ടും മുടക്കാൻ എനിക്ക് വർക്കിംഗ് ക്യാപ് ഇല്ലല്ലോ, ഇതൊന്നും ചിന്തിക്കുന്നില്ല, അങ്ങ് തുടങ്ങും. അവസാനം ലോണൊക്കെ എടുത്ത് ലോൺ അടച്ച് അതും കുഴപ്പമായിട്ട് തീരും. വലിയ വലിയ പ്രസ്ഥാനങ്ങളും വീടുകളും ഒക്കെ പണിയും. ഇത് അടച്ച് തീർക്കാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ചിലപ്പോൾ പറ്റാതെ വരുമ്പോഴാണ് പുറകോട്ട് ചിന്തിക്കുന്നത്. അപ്പോൾ അടുത്ത ബുദ്ധിയിലേക്ക് കിടക്കും. അതും വീണ്ടും ഇത് ആരുടെയും കുറ്റമല്ല. ജനിച്ച ലഗ്നത്തിൻ്റെ 11ാം ഭാവത്തിലും 12ാം ഭാവത്തിലും പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയും കൂട്ടായ്മയുമാണ് ഇതിൻ്റെ ഫലം എന്ന് ജ്യോതിശാസ്ത്രം പറയുന്നു. അനുഭവജ്ഞാനം പഠിച്ചിട്ടില്ല എന്ന് പ്രാക്ടിക്കലായിട്ടും പറയും. അല്ലെങ്കിൽ അധ്വാനിച്ച് കാശുണ്ടാക്കാത്തതുകൊണ്ടാണ് എല്ലാം കൊണ്ട് കളയുന്നത് എന്ന് വേണമെങ്കിൽ കാരണന്മാർ പറയും. എന്തായിരുന്നാലും ഫലത്തിൽ കാറ്റു തട്ടിപ്പറക്കുന്ന ധൂളിയിൽ കാറ്റിലും ചഞ്ചലാശയന്മാരാണ് ഇക്കൂട്ടരൊക്കെയും. പൂവമ്പൻ്റെ നിശാസ്ത്രങ്ങളേറ്റവർ അമ്പമ്പോ ഇവൻ്റെ ബുദ്ധിശൂന്യത കണ്ടാൽ ലോകം വന്നേ ദഹിച്ചു പോവും. ചിലർ വണ്ടിക്കച്ചവടത്തിലേക്ക് പോകുന്നു. വലിയ വലിയ കൂടിയ വണ്ടികളൊക്കെ ഓട്ടം പോകുന്നു. ഇത് അടയ്ക്കാൻ നിവർത്തിയില്ല. ചിലർ വലിയ വലിയ ബിൽഡിങ് വെച്ച് വാടകയ്ക്ക് കൊടുക്കുന്നു. അവസാനം പിന്നെ ഇത് അടയ്ക്കാൻ നിവർത്തിയില്ല. ചിലർ വലിയ വലിയ പ്രസ്ഥാനങ്ങൾ ബിസിനസ് തുടങ്ങിയിട്ട് ഇത് മാനേജ് ചെയ്ത് ശമ്പളക്കാർക്ക് കൊടുക്കാൻ നിവർത്തിയില്ല. വലിയ വലിയ ഓർഡറുകൾ തുടങ്ങുന്നു, പറ്റുന്നില്ല. അതേസമയം
ഇതിനെല്ലാം പഠിച്ച് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. അതിൻ്റെ മുമ്പ് പിമ്പുകൾ ചൊല്ലാതെ എടുത്തു ചാടി വമ്പിലില്ലാത്ത വില്ലാളിയെപ്പോലെ ആര് തടസ്സം പറഞ്ഞാലും കേൾക്കത്തില്ല, എടുത്തിയാളും. ഞാൻ എൻ്റെ കാര്യം നോക്കാൻ പ്രാപ്തനാണ്, എനിക്ക് ഓട്ടാവകാശമുണ്ട്, ഞാൻ എത്ര വയസ്സായി, ഞാൻ എത്ര ഇള്ളാക്കുഞ്ഞൊന്നുമല്ല, എന്നെയൊന്നും പഠിപ്പിക്കേണ്ട, എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാനറിയാം എന്നൊക്കെ പറഞ്ഞ് എടുത്തു ചാടി അവസാനം കൊക്കരയെന്നും പറഞ്ഞ് പിന്നെ ഇരിക്കും. ചോദിച്ചു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരവസ്ഥയിലേക്ക് തീർന്നു. കിടന്ന് മോങ്ങും, അല്ലെങ്കിൽ തലയിട്ടടിക്കും, അല്ലെങ്കിൽ മുടി പുറത്ത് വലിക്കും, അല്ലെങ്കിൽ വേറെ ചിലർ മദ്യപിക്കാനായിട്ട് പോകും, അല്ലെങ്കിൽ ചിലർ പുക വലിക്കാനായിട്ട് പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസഭ്യ വർത്തമാനങ്ങൾ പറഞ്ഞ് അവിടെ നിന്ന് ആ അന്തരീക്ഷം മാറ്റി ബഡായി ഒക്കെ പറയുകയും ഗീർവാണങ്ങളൊക്കെ പറഞ്ഞ് അതായത് കാര്യങ്ങളാണ്, ആരും സഹായിക്കാനില്ല, എല്ലാവർക്കും ഉപദേശിക്കാം എന്നൊക്കെ പറഞ്ഞ് എന്നെ ചാടിച്ച് വെള്ളത്തിലാക്കി എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒരു ന്യായീകരണങ്ങൾ പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പിമ്പുകൾ ചൊല്ലാതെ ചെന്നിടും വമ്പിലില്ലാത്ത വില്ലാളിയെപ്പോലെ കാര്യഗൗരവം നോക്കാതെ ചെന്നിടും കാറ്റ് തട്ടിപ്പറക്കുന്ന ധോളിയെ കാറ്റിലും ചഞ്ചലാശയന്മാർ മനസ്സിൻ്റെ ചിത്തം ഇങ്ങനെ മറഞ്ഞ് തിരമാലകൾ ഇങ്ങനെ കൊടുങ്കാറ്റത്ത് കരയിലേക്ക് അടിച്ചു വരിക, പിന്നെ ആ കരയിലെ മണ്ണെടുത്തുകൊണ്ട് കടലിലേക്ക് പോവുക, വീണ്ടും തിരമാലകൾ കടലിലേക്ക് വരിക, അങ്ങനെ തൃപ്തി കൈവരാനിരിക്കുന്നു, പിന്നെയും തിരയടിക്കുന്നു. ഇങ്ങനെ അവസാനം വയസ്സ് വരെ മുന്നോട്ട് പോകും. ഇങ്ങനെ പോകുന്നതിന് ഒരു ശാന്തത ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് യോവർശിവതമോരസ തസ്യഭാജയദേഹന ഉഷതീരിവ മാതര തസ്മാദരംഗമാമോ യസ്യ ക്ഷയായ ജിന്നുധ ആപോ ജനയഥാജന ശമ്മോ ദേവീ അഭിഷ്ടയാവോ ഭവന്തു പീതയെ ശയ്യോരഭിസ്വന്തുന ഈശാനവാര്യാണം ക്ഷയന്തി ക്ഷണീനാം അപോവാചാമി ഭേഷജം അപ്സും മേ സോമോ അബ്രവീദന്തവിശ്വാനി ഭേഷജം അഗ്നിഞ്ച വിശ്വശംഭുവം ആവ പ്രണീത ഭേഷജം വരൂധം തന്വേ മമ ജ്വക്സൂര്യം ദൃശേ. മനഃപരിവർത്തനം ചെയ്ത് ഇനിയെങ്കിലും അബദ്ധത്തിലേക്ക് നീങ്ങാതെ ആവൽ പ്രതിസന്ധികൾ മാറി പരിജനങ്ങൾ അനുഭവസ്ഥാനം പറയുന്നവർ അനുഭവജ്ഞർ പറയുന്നതനുസരിച്ച് ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു വിചിന്തനം ഈ പറഞ്ഞ ഈ ഋഗ്വേദ പ്രതിവിധികളിലൂടെ ഉണ്ടാവും. അങ്ങനെ ചിലപ്പോൾ അത് വലിയ പരിഷ്കാരമുള്ള ബിസിനസ്സൊന്നും ആയിരിക്കില്ല, പക്ഷേ അതിലൂടെ രക്ഷപ്പെടാൻ സാധിക്കും. എന്നിട്ട് ലാഭം വരുന്നതൊക്കെ അവൻ്റെ ഭാര്യയുടെയോ മക്കളെയോ അവൻ്റെ വേണ്ടപ്പെട്ട രക്തബന്ധങ്ങളുടെയോ പേർക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ധനം കിട്ടിയാൽ വീണ്ടും കാറ്റ് തട്ടിപ്പറക്കുന്ന തോളിയെ ഇതൊക്കെ ചെയ്തെങ്കിലും 24 hours മനസ്സ് പിന്നെയും മാറും. വീണ്ടും എടുത്തു കഴിയും, കോടികൾ മുടക്കി ഇൻവെസ്റ്റ് ചെയ്യും. താഴെ ഇരിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. അതാണ് അതിനകത്തെ കാര്യങ്ങൾ. കിട്ടുന്ന ധനം മുഴുവൻ ലാവിഷാക്കും. പിന്നെ വന്നോളൂ എന്നുള്ള ധാരണയാണ്. ഈ ദ്രവ്യം എന്ന് പറയുന്ന ഒരു സമയത്തേ വരുള്ളൂ, എപ്പോഴും കിട്ടിയെന്ന് വരികയല്ല. അതിൻ്റെ ഒരു പ്രായോഗിക പരിജ്ഞാനക്കുറവാണ് എന്ന് പറയുമ്പോൾ ജ്യോതിഷപരമായിട്ട് ലാഭസ്ഥാനത്തും വ്യയസ്ഥാനം എന്ന 12ാം ഭാവത്തിലും പാപ കൂട്ടായ്മ ഗ്രഹങ്ങളുടെ സമ്മേളനമാണ് ഇങ്ങനെ വരുന്നത്. അതിൻ്റെ പ്രമാണവും അതിൻ്റെ പ്രായശ്ചിത്വവുമാണ് പറയുന്നത്. 35 മുതൽ 50% വരെ ഈ ദോഷകാഠിന്യം മാറി ഇനി ഇദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇപ്രകാരം ചെയ്യുക. നന്ദി ശർമ്മജി. മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രതിവിധികൾ ചെയ്യുക, ഗുണഫലങ്ങൾ ഉണ്ടാവട്ടെ. ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കൊടുമാളൂർ ശർമ്മജി അവർകളെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്.